ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ഗ്രാഹികൾ. ഗ്രാഹികൾ രൂപാന്തരം പ്രാപിച്ച ന്യൂറോണുകളാണ്. കണ്ണിലെ പ്രകാശഗ്രാഹികളും ചെവിയിലെ ശബ്ദഗ്രാഹികളും ഈ ഗണത്തിൽപ്പെടുന്നു. മറ്റു കോശങ്ങളിലേതുപോലെ ഗ്രാഹീകോശങ്ങളെയും ആവരണം ചെയ്തിരിക്കുന്നത് പ്ലാസ്മാ സ്തരമാണ്. പ്ലാസ്മാ സ്തരത്തിനുള്ളിൽ കോശദ്രവ്യവും പുറമേ കോശാന്തരദ്രവവുമാണുള്ളത്. പ്ലാസ്മാ സ്തരത്തിന്റെ ബാഹ്യഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉൾഭാഗത്ത് കോശദ്രവ്യത്തിൽ നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. ഇതൊരു സന്തുലിതാവസ്ഥയാണ്. എന്നാൽ ഈ സന്തുലിതാവസ്ഥ സ്ഥിരമല്ല. അത് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ തകിടം മറിയുന്നതിന് കാരണമായ സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ. ഉദാഹരണം പ്രകാശം, ശബ്ദം, ചൂട് മുതലായവ. പ്ലാസ്മാ സ്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദീപനങ്ങളുണ്ടാകുമ്പോൾ ബാഹ്യഭാഗം നെഗറ്റീവ് ചാർജും ഉൾഭാഗം പോസിറ്റീവ് ചാർജുമാകുന്നു. ഇത് താൽക്കാലികമാണ്. വീണ്ടും പഴയ സ്ഥിതിയിലാവുന്നു. എന്നാൽ ചാർജ് വ്യതിയാനം പ്ലാസ്മാ സ്തരത്തിലൂടെ മുന്നോട്ടു പോകുന്നു. ഇതാണ് ആവേഗം അഥവാ ഇംപൾസ്. ആവേഗങ്ങൾ ന്യൂറോണുകളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്നു.